Hi students, Kochi University of Science and Technology MSc Mathematics എൻട്രൻസിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന കോച്ചിങ്ങിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കുസാറ്റ് എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, കുസാറ്റ് എൻട്രൻസിൻ്റെ കൃത്യമായ ഒരു സിലബസ് നമുക്ക് സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്നോ നമുക്ക് കിട്ടാനില്ല. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്ന് ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള ക്വസ്റ്റ്യൻസും അവിടെയുള്ള കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി വെക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. കാരണം കൃത്യമായൊരു സിലബസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് +2 ഡിഗ്രി ലെവൽ ടോപ്പിക്കുകളാണ്. മാത്സിന് നമ്മൾ പഠിച്ച ടോപ്പിക്കുകളാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ചില സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, മെൻ്റൽ എബിലിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ കയറി വരാറുണ്ട്. അതുപോലുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ വർഷത്തെ ഈ ക്വസ്റ്റ്യൻ വന്ന ആ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കൺസെപ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. മെൻ്റൽ എബിലിറ്റി തന്നെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഡിഗ്രി ലെവൽ ടോപ്പിക്കുകളും +2 ലെവൽ ടോപ്പിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് ഈച്ച് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%, ദെൻ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഇറ്റ്സ് സർഫേസ് ഏരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ക്യൂബ് ഉണ്ട്, ആ ക്യൂബിൻ്റെ ഓരോ സൈഡും എന്ത് ചെയ്യുകയാണ്, 25% വെച്ച് കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയയിൽ ഉണ്ടാവുന്ന ഇൻക്രീസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ക്യൂബ് എന്ന ഈ ഒരു ഫോമുല ഉണ്ടാവുക ക്യൂബ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എ ആയിട്ട് എടുക്കും. ഇനി എന്താ പറയുന്നത്, ഇപ്പോൾ ഇതിന് എന്തുണ്ട്, ഇതിൻ്റെ എഡ്ജ് എ ആണ്, സർഫേസ് ഏരിയ എഡ്ജ് എന്ന് പറയുന്നത് എ ആണ്, സർഫേസ് ഏരിയ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ = 6a² ആയിരിക്കും. കാരണം എന്താ, ഇതിൻ്റെ ക്യൂബ് ആയതുകൊണ്ട് ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ ലെങ്ത് എ ആണ്, ഇപ്പോൾ സ്ക്വയർ ആണ്, a² ആണ് വരിക. അപ്പോൾ ഒരു ഫേസിൻ്റെ ഏരിയ a². അങ്ങനെയുള്ള എത്ര ഫേസുകൾ ഉണ്ടാവും, ചുറ്റിലും 4, മുകളിലും താലും 2, അങ്ങനെ ടോട്ടൽ എന്തുണ്ടാവും, 6a² ആണ് അതിൻ്റെ സർഫേസ് ഏരിയ ആണെന്ന് പറയുന്നത്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം, ഒരാളുടെ 80% എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, നമ്മൾ ഒരു നമ്പറിൻ്റെ 80% എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു 3യുടെ 80% എന്ന് പറഞ്ഞാൽ നമ്മൾ 80/100 ചെയ്യാണ് ചെയ്യും. അതിനെന്ത് ചെയ്യും, അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റ് ഇവിടെ ഇടുകയാണെങ്കിൽ 80/100 എന്ന് പറഞ്ഞാൽ ആ നമ്പറിന് എന്ത് ചെയ്താൽ മതി, നമ്മൾ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 80% കിട്ടും. അതുപോലെ ഒരാളുടെ 100% എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ 3യുടെ 100% കാണുകയാണെങ്കിൽ 100/100 ആണ് നമ്മൾ ചെയ്യുക. ശരിക്കും അതിനെന്ത് ചെയ്താൽ മതി, ആ നമ്പർ തന്നെയാണ് അതിൻ്റെ 100% എന്ന് പറയുന്നത്. അപ്പോൾ 80% എന്ന് പറഞ്ഞാൽ അതിൽ കുറേ. അങ്ങനെയാണെങ്കിൽ 20% കൂടുതൽ അല്ലെങ്കിൽ 25% കൂടുതൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ്, ആ ഉള്ളതിനേക്കാൾ 25% കൂടുതലുണ്ട്. സാധാരണ നമ്മൾ പറയുമ്പോൾ ഒന്നിൻ്റെ 80% എന്നാൽ അതിൽ കുറവാണ്ടാവുക, 100% എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെ. അതിൻ്റെ 25% കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ, അതിനേക്കാൾ കൂടുതലാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ അതിൻ്റെ 25% കൂടി അതിൽ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, അതിൻ്റെ 25% കൂടുതലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിന് എന്ത് ചെയ്താൽ മതി, 125/100 ചെയ്താൽ മതി. അപ്പോൾ അതായത് എന്ത് ചെയ്താൽ മതി, ആ നമ്പറിന് എന്ത് ചെയ്യുക, 1.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ 125% അധികമുള്ളത് കൂടുതലുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ അതേപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള എഡ്ജ് എന്ത് ചെയ്യുന്നു, ഓരോ എഡ്ജും എന്ത് ചെയ്യുന്നു, 25% കൂടുകയാണ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ വലുതാവുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള എഡ്ജ് മാറിയിട്ട് പുതിയ എഡ്ജ്, അതായത് അത് കൂടിക്കഴിഞ്ഞാൽ 25% കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ന്യൂ എഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, a × 125/100 എന്ന് എഴുതാം. അതായത് 125a/100 ആണ് ഇത് പുതിയ എഡ്ജ് എന്ന് പറയുന്നത്. ഓരോ എഡ്ജും അത്രത്തോളം കൂടി മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും, സർഫേസ് ഏരിയ = എന്താണ്, 6a² ആണ്. a എന്ന് പറഞ്ഞാൽ എഡ്ജിൻ്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്, ഇതാ ഉള്ളത്, 125a/100 എന്നാണ് പറയുന്നത്. ഇനി എന്ത് വരും, ഇവിടെ 6 × ഇത് സ്ക്വയർ ചെയ്താൽ എന്ത് വരും, 125ൻ്റെ സ്ക്വയർ 15625 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, 15625 ആണ്. ഇനി എന്ത് വരും, a² എന്താണ് 100ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 എന്ന്. ഓക്കെ,
ഇനി ഇതേപോലെ നമ്മളിവിടെ 25% കൂടി എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത്. അപ്പോൾ ഇതിൽ എത്ര കൂടി എന്നുള്ളത് നമ്മൾ ആ രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നു. ഇവിടെയുള്ള 100 കൊണ്ട് ഇതിനെ ഈ 2 0 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ പോയിന്റ്സ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു 6a² അതേപോലെ നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും 156.25a/100 156a/100. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന സർഫേസ് ഏരിയനേക്കാൾ എന്താണ് 156.25 എന്താണ് 100 കൂടുതലാണ് നേരത്തെ ഉണ്ടായത് അതേ സർഫസ് ഏരിയനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് സർഫസ് ഏരിയ വന്നത് എത്രയാണ്? അപ്പം നമ്മളിവിടെ 125a എന്ന് പറഞ്ഞാൽ എന്താ 1.25 അല്ലെങ്കിൽ 25% കൂടുതൽ എന്നാണ്. അപ്പോൾ ഇവിടെ 156.25 എന്ന് പറഞ്ഞാൽ എത്ര കൂടുതൽ എന്നാണ് 56%. 56.25 കൂടുതൽ എന്നാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള മെൻ്റൽ എബിലിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച ചോദ്യമാണ്. ഇതുപോലെ മെൻ്റൽ എബിലിറ്റി പോലത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് √2 എന്നുണ്ട് √2യുടെ വാല്യൂ തന്നിട്ടുണ്ട്, ദെൻ വാല്യൂ ഓഫ് 2/2 + √2 ഈസ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാം. വളരെ സിമ്പിളാണ്. ഇവിടെ എന്താണ് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ വന്നാൽ നമ്മൾ ചെയ്യുന്നത് എന്താ, അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ. ഇത്രയേ ഉള്ളൂ. √2/2 + √2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, √2 × 2 - √2 ആണ് അതിൻ്റെ കോഞ്ചുഗേറ്റ്. ഇവിടെ എന്ത് വരും 2 + √2 × 2 - √2 എന്ന് വരും. ഇവിടെ എന്ത് വരും √2 × 2 - √2 ഇവിടെ എന്താണ് a + b × a - b ആണ്. എന്ത് വരും a² - b² എന്ന് വരും. ഇവിടെ എന്ത് വരും √2 × 2 - √2 എന്താണ് 4 - ഇവിടെ എന്ത് വരും 2 വരും. അപ്പോൾ √2 × 2 - √2 എന്താണ് 2 ആണ്. വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, എന്താണ് 2 - √2. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇതും ക്യാൻസൽ ചെയ്താൽ ഇവിടെ ബാക്കി വരുന്നത് എന്താണ് √2 ആണ്. അപ്പോൾ എന്ത് വരും 2 - √2 √2 എന്ന് വരും. നമ്മൾ ഇനി എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ ഓരോന്നിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും 2/√2 - √2/√2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക 2/√2 എന്ന് പറഞ്ഞാൽ √2 എന്നാണ് വരിക, -1 എന്ന് വരും. അപ്പോൾ √2ൻ്റെ വാല്യൂ ഇവിടെ വരെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് 1 മൈനസ് ചെയ്താൽ ഈ 1 എന്ത് ചെയ്യും, പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഏതാണ് ആൻസർ, ഇതാണ് ആൻസർ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. മെൻ്റൽ എബിലിറ്റി ഉപയോഗിച്ച് ചെയ്യുന്നത്, അതായത് നമുക്കതിനെ ഇന്ന കാറ്റഗറിയിൽ പെടുത്താനൊന്നും പറ്റില്ല. നമ്മൾ ഡിഗ്രി +2 ടോപ്പിക്കുകളിലേക്കൊന്നും പെടുത്താൻ പറ്റില്ല. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കൺസെപ്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആവുക എന്നുള്ളതാണ് നമ്മൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവിടെ ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, അതിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത്.